ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം ബംഗളൂരുവിലേക്ക്. 2019 കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കാൻ 40 ദിവസം വൈകിയതിൽ ദുരൂഹതയുണ്ട് എന്ന് ദേവസ്വം വിജിലൻസ് വ്യക്തമാക്കുന്നു. സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുഹൃത്തുക്കളെയും വ്യവസായികളായ 2 പേരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് സർക്കാരിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നിലപാട്. വിവിധ പ്രതികരണങ്ങൾ കാണാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ശബരിമലയിലെ സാന്നിധ്യവും ഇടപെടലുമെല്ലാം ദുരൂഹമാണ്. അയാൾ പല രൂപത്തിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും വരുന്ന, സംസ്ഥാനത്തിന് വെളിയിൽ നിന്നും വരുന്ന ഭക്തന്മാരെ പല രൂപത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നാണ് ചില സൂചനകൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അതെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ അതെല്ലാം വെളിയിൽ വരും, എല്ലാം വെളിയിൽ വരണം. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിക്കണമെങ്കിൽ ഇതിനെല്ലാം സംബന്ധിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. അത് അവിടുത്തെ താങ്ങുവിടത്തെ സംബന്ധിച്ചാവട്ടെ, തൂക്കം കുറവിനെ സംബന്ധിച്ചാവട്ടെ, ഇപ്പോൾ ഈ സ്പോൺസറുടെ ആധികാരികതയെ സംബന്ധിച്ചാവട്ടെ, എന്തുമാവട്ടെ, 99 മുതൽ ഇപ്പോൾ 2025 വരെയുള്ള കാര്യങ്ങൾ ഈ അന്വേഷണ പരിധിയിൽ വരട്ടെ. ഇതിൽ കൃത്യമായൊരു അന്വേഷണം വേണം ഇതിനകത്ത്. അത് ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് 2019 ഉത്തരവിലും ചെമ്പുപാളി എന്നൊക്കെ എഴുതിയിരിക്കുന്നത് സാങ്കേതികമായി മാത്രമേ ഉള്ളൂ. പക്ഷേ അതും കൃത്യമായ പ്രൊസീജിയർ അനുസരിച്ച് ശാസ്ത്രവിധി പ്രകാരം ചെയ്യണമെന്ന് തന്നെയാണ് ബോർഡ് ഉത്തരവുള്ളത്. പിന്നീട് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇയാളെ നേരിട്ട് കൊടുത്തു വിട്ടു എന്ന് ആരോപണമുണ്ട്. അതൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു വീഴ്ചയായി മാത്രമേ എനിക്കതിനെ കാണാൻ സാധിക്കുള്ളൂ. പക്ഷേ 2019 ബോർഡ് ഉത്തരവും കൃത്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരുടെ ബെനാമി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചോദ്യം. 1999 ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയിരുന്നു. 40 വർഷത്തെ വാറണ്ടി ഉണ്ടായിരുന്നു. 99 സ്വർണം പൂശിയിട്ട് 40 വർഷത്തെ വാറണ്ടിയുള്ള സംഭവം വീണ്ടും 2019 20 കൊല്ലം കഴിഞ്ഞപ്പോൾ 40 കൊല്ലം വാറണ്ടി ഉള്ളത് എന്തിനാണ് സ്വർണം പൂശാൻ കൊണ്ടുപോയത്? പിന്നെ ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട്? എന്താണ് ഈ സ്പോൺസർക്ക് ഉള്ള പ്രത്യേകത? എല്ലാ ദേവസ്വം ബോർഡുകളിലുള്ള സ്പോൺസർമാരെ കുറിച്ച് കൂടി അന്വേഷിക്കണം. നമ്മുടെ പ്രതിനിധികൾ എം ജി പ്രതീഷ്, ഒപ്പം തന്നെ എ വി ജയശങ്കർ വിശദാംശങ്ങളുമായുണ്ട്. ആദ്യം എം ജി പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഇതിൽ വലിയ ദുരൂഹതകളുണ്ട്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പശ്ചാത്തലം തന്നെ ദുരൂഹമാണ് എന്നതാണ് ഇന്നലെ നമ്മളോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അതിലുൾപ്പെടെ അന്വേഷണം വേണമെന്നത്. ഇപ്പോൾ ആ ദുരൂഹത വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങളല്ലേ ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്? ബംഗളൂരുവിലേക്ക് ഏത് സാഹചര്യത്തിലാണ് സ്വർണ്ണപ്പാളികൾ എത്തിച്ചത്? ആ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു, അവിടെ പ്രദർശിപ്പിക്കുന്നു. ഇതിൽ സുഹൃത്ത് ഉണ്ട്, ഒപ്പം തന്നെ വ്യവസായികൾ. എന്താണ് ഇവരുടെയൊക്കെ പങ്ക് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. എങ്ങനെയാണ് തുടരന്വേഷണം? അനുജ, 1998-99 കാലത്താണ് ശബരിമലയിൽ ഈ ശ്രീകോവിലിലും ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികളിലും ഉൾപ്പെടെ സ്വർണം പൂശിയതായി പറയപ്പെടുന്നത്. അതിന് പിന്നാലെ അറ്റകുറ്റപ്പണിക്കായി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത് 2019 ഈ 2019 നടന്ന ഈ പ്രവർത്തികൾ സംബന്ധിച്ചാണ് വലിയ ദുരൂഹത ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണ്ണപ്പാളികൾ ദേവസ്വം ബോർഡ് നൽകുന്നു. ഈ സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലാണ് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകേണ്ടത്. പക്ഷേ ചെന്നൈയിൽ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകാതെ ഇത് ബംഗളൂരുവിൽ എത്തിച്ചു എന്നതാണ് ദേവസ്വം വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബംഗളൂരുവിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ ഇത് പ്രദർശിപ്പിക്കുകയും അവിടെ ഭക്ത സംഗമവും പ്രത്യേക പൂജകളും നടത്തി. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുള്ള, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ്. ആ ക്ഷേത്രത്തിലാണ് ഇത് കൊണ്ടുപോയത് എന്നതാണ് വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ? 2019 അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയ അതേ സ്വർണ്ണപ്പാട് തന്നെയാണോ പിന്നീട് ശബരിമലയിൽ തിരിച്ചെത്തിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസിന് സംശയമുണ്ട്. അതാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കും ബംഗളൂരുവിലേക്കും കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ശബരിമലയെ സാമ്പത്തിക നേട്ടത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗിച്ചു എന്നതിന്റെ പ്രാഥമിക തെളിവുകളൊക്കെ തന്നെ ഇതിനോടകം ഈ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. ഈ സ്വർണ്ണപ്പാളികൾ ബംഗളൂരുവിൽ കൊണ്ടുപോവുകയും ഈ പലരിൽ നിന്നായി ഇതിന്റെ പേരിൽ പണം കൈപ്പറ്റി എന്നതാണ് ഈ വിജിലൻസും സംശയിക്കുന്നത്. അതിനുള്ള കൂടുതൽ ആധികാരികമായ തെളിവുകളും ഈ കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴിയെടുക്കുന്നതുമായിരിക്കും ദേവസ്വം വിജിലൻസ് ഇനി ചെയ്യുന്നത്. ഈ വരുന്ന 2 ദിവസത്തിനുള്ളിൽ തന്നെ ബംഗളൂരുവിലേക്ക് അന്വേഷണ സംഘം പോകുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ഇന്നലെ തന്നെ നമുക്ക് ലഭിച്ച ഒരു പ്രതികരണം പ്രതീക്ഷിത് 40 ദിവസത്തോളം ഇദ്ദേഹത്തിന്റെ കയ്യിൽ വച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെയൊക്കെ തെളിവുകൾ എന്ന തരത്തിലേക്ക് കൂടിയാണോ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്? ബംഗളൂരുവിലേക്ക് കൊണ്ടുപോയി
ചെന്നൈയിലേക്ക് സ്വർണം പൂശാൻ എന്ന തരത്തിലേക്ക്, അത് ബംഗളൂരുവിലേക്കാണ് ആദ്യം കൊണ്ടുപോയതല്ല തിരികെ എത്തിയത് എന്നൊക്കെ പറയുമ്പോൾ അതിൽ ദുരൂഹത വർദ്ധിക്കുകയല്ലേ? അനുജ, തീർച്ചയായും. കാരണം ഈ 2019 ഈ ജൂലൈ മാസത്തിലാണ് ഈ അറ്റകുറ്റപ്പണിക്കായി സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോകുന്നത്. പക്ഷേ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുന്നത് ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയാണ്. ഏകദേശം 40 ദിവസത്തോളം ഇത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടായിരുന്നു. ഇതാണ് പ്രധാനമായും ദുരൂഹത വർദ്ധിപ്പിക്കുന്ന കാരണമായി പറയുന്നത്. കാരണം നിലവിൽ ഇപ്പോൾ 2025 അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി വളരെ വേഗത്തിൽ തന്നെ ഇത് അറ്റകുറ്റപ്പണി നടത്തി തിരിച്ചു കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ 40 ദിവസം എന്തിന് ഈ കയ്യിൽ വച്ചിരുന്നു? ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്വർണ്ണപ്പാളി മാറ്റിയോ എന്നതാണ് ഈ വിജിലൻസും ഇപ്പോൾ സംശയിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കടക്കാനാണ് തീരുമാനം. കാരണം ഈ 98-99 കാലത്ത് ഈ സ്വർണം പൂശുന്നു. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2019 അറ്റകുറ്റപ്പണി നടത്തുന്നത്. അതായത് ഈ കാലയളവിൽ ഒന്നും തന്നെ ഈ സ്വർണ്ണപ്പാളിക്ക് മറ്റ് കോട്ടങ്ങളോ തകരാറുകളോ ഒന്നും തന്നെ സംഭവിച്ചിരുന്നില്ല. പക്ഷേ 2019 സ്ഥാപിച്ച ശേഷം വളരെ ചുരുങ്ങിയ വർഷം കൊണ്ട് 2025 വീണ്ടും അറ്റകുറ്റപ്പണി നടത്തേണ്ട സാഹചര്യം. അപ്പോൾ ഈ കൊണ്ടുവന്നത് നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്വർണ്ണപ്പാട് തന്നെയാണോ, ഒറിജിനൽ ആണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ സംശയമുണ്ട്. ഇതാണ് പ്രധാനമായും ഈ ബംഗളൂരുവിലേക്ക് അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിൽ ഒരു കാര്യം കൂടിയുള്ളത് പ്രതീഷ്, ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് അത് ചെമ്പുപാളി എന്ന് ഉത്തരവിൽ ഇല്ല, പക്ഷേ ഉത്തരവ് കൃത്യമായി തന്നെയാണ് എന്നൊക്കെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നും നമ്മളോട് പറഞ്ഞത്. ഇന്നലെയും അദ്ദേഹം അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് തന്നെ ലഭിച്ചിട്ടുണ്ടല്ലോ. അതിലും വലിയ പ്രശ്നങ്ങളും ആശയക്കുഴപ്പവും ഒക്കെ ഇല്ലേ? ഇതെന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിൽ ഇങ്ങനെ വന്നത് എന്ന ചോദ്യവും ഉയർന്നു വരികയല്ലേ? അനുജ, ദേവസ്വം ബോർഡ് ഉത്തരവിൽ ഉൾപ്പെടെ അടിമുടി ആശയക്കുഴപ്പമുണ്ട്. കാരണം ഈ ചെമ്പുപാളി സ്വർണം പൂശുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്നു എന്നതാണ് ഈ ദേവസ്വം ബോർഡ് ഉത്തരവിൽ പറയുന്നത്. പക്ഷേ ഈ 99 കാലത്ത് ഈ സ്വർണ്ണപ്പാളികളിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ അവിടെ ഉൾപ്പെടെ സ്വർണം പൂശിയിരുന്നു എന്നതാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒപ്പം അന്നുണ്ടായിരുന്ന ഈ വാർത്താ മാധ്യമങ്ങളിലൊക്കെ തന്നെ വന്ന ചിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ആ കാലത്ത് ഇതിൽ സ്വർണം പൂശിയിരുന്നു. പക്ഷേ അങ്ങനെ സ്വർണം പൂശിയ ആ പാളികൾ പിന്നീട് 2019 ആയപ്പോഴേക്കും അതെങ്ങനെ ചെമ്പായി മാറി എന്നുള്ള ചോദ്യവും പ്രധാനമായും ഉയരുന്നുണ്ട്. ഇതിനൊന്നും തന്നെ കൃത്യമായൊരു മറുപടി ആരും തന്നെ പറയുന്നില്ല. ഈ എവിടെയാണ് ഈ തൂക്കം കുറഞ്ഞത്, അല്ലെങ്കിൽ ചെമ്പ് സ്വർണമായതിൻ്റെ പിന്നിലെ കാരണമെന്ത്, ഇക്കാര്യങ്ങളിലൊന്നും തന്നെ പഴയ ദേവസ്വം ബോർഡ് ഈ പ്രതിനിധികളോ അല്ലെങ്കിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രതിനിധികളോ ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല. വളരെ ആശയക്കുഴപ്പം അല്ലെങ്കിൽ അവ്യക്തതയാണ് ഇക്കാര്യത്തിൽ ഉള്ളത്. പ്രധാനമായും ഈ ആദ്യഘട്ടത്തിൽ ഈ മരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നത്. അതിന്റെ രേഖകളൊക്കെ തന്നെ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എത്രത്തോളം സ്വർണം പൂശി, ഇതിന്റെ കണക്കുകളൊന്നും തന്നെ കൃത്യമായി വിജിലൻസിന് ലഭിച്ചിട്ടില്ല. കണക്കുകളൊക്കെ തന്നെ വിജിലൻസ് പരിശോധിക്കുകയാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിൽ ഈ ബന്ധപ്പെട്ട അധികാരികളും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇനി അതുകൊണ്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് കൂടി കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കോടതി പറഞ്ഞിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടാകരുത് അന്വേഷണം എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ, കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അതിൽ കോടതി പറഞ്ഞിട്ടുള്ള കാര്യത്തിനും പ്രസക്തി ഏറുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.